അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അതുപോലെ തന്നെ അള്ളാഹിൻ്റെ സൃഷ്ടികളാവുന്ന മനുഷ്യന്മാരും നമ്മൾ ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്കുണ്ടാവേണ്ട ഒരു ക്വാളിറ്റി എന്താ അറിയോ? നമ്മുടെ സ്വഭാവം നന്നാവണം എന്നുള്ളതാണ്. നമ്മുടെ സ്വഭാവം നന്നായാൽ തന്നെ നമ്മളെവിടെ പോലും രക്ഷപ്പെടും. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാലോ, നമ്മളൊരു വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടുക എപ്പോഴാണ്? അദ്ദേഹത്തിൻ്റെ രൂപം കണ്ടിട്ടോ കോലം കണ്ടിട്ടൊന്നുമില്ല അധികം ആൾക്കാർ ഇഷ്ടപ്പെടുക. അവരുടെ സ്വഭാവത്തിലാണ് നമ്മൾ ആ മനുഷ്യനെ ഇഷ്ടപ്പെടുകയും വെറുക്കുകയൊക്കെ ചെയ്യുക, അല്ലേ? ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കാം. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് വിചാരിച്ചൊരു വ്യക്തി, ആ വ്യക്തിൻ്റെ സ്വഭാവം മഹാമോശമാണ്, പിന്നെ നമ്മൾ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് പോവില്ല. എന്ന് നേരെ മറിച്ച് കാണാനൊന്നും വലിയ കോലല്ല വിചാരിക്കും, എന്നാൽ ആ മനുഷ്യൻ്റെ സ്വഭാവം നല്ല സ്വഭാവമാണ് വിചാരിക്കും, നമ്മൾ ആ മനുഷ്യൻ്റെ അടുത്ത് പോയിരിക്കും, ആ മനുഷ്യനോട് നമ്മൾ ബന്ധപ്പെടാനൊക്കെ തുടങ്ങും. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മുടെ സ്വഭാവം നന്നായി തന്നെ നമ്മൾ എവിടെ പോയാലും രക്ഷപ്പെടും എന്നൊക്കെ പറയാൻ കാരണം, അല്ലേ? ഈ നോക്കുക മാത്രമല്ലേ, നാളെ പരലോകത്ത് നമ്മൾ രക്ഷപ്പെടും സ്വഭാവം നന്നാക്കി കഴിഞ്ഞാൽ. അതാണ് ഡ്രസ്സോട് പറഞ്ഞു നോക്ക്, അന്ത്യനാളിൽ ഒരു സത്യവിശ്വാസിയുടെ തുലാസിൽ സൽസ്വഭാവത്തേക്കാൾ കനം തൂങ്ങുന്ന മറ്റൊരു വസ്തുവില്ല എന്നാണ്. അതേപോലെ തന്നെ അശ്ലീലം കലർന്ന വാക്ക് പറയുന്ന ദുസ്വഭാവയെ അള്ളാഹു വെറുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴൊക്കെ ചില മനുഷ്യന്മാർ അവർക്ക് ദേഷ്യം വന്ന ഉള്ള അനാവശ്യമൊക്കെ വിളിച്ചു പറയും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ അനാവശ്യം പറച്ചിൽ എന്നുള്ളത് വലിയ ധീരതയായിട്ടൊന്നും നമ്മൾ കാണണ്ട. അള്ളാഹ്ക്ക് വെറുപ്പാണ് എന്നാ, അള്ളാഹ്ക്ക് വെറുപ്പാണ്. അള്ളാഹ്ക്ക് വെറുപ്പുള്ളൊരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, ബാക്കിയുള്ളവർ നമ്മൾ വെറുക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സൽസ്വഭാവി ആയിക്കഴിഞ്ഞാൽ അള്ളാഹ് ഇഷ്ടപ്പെടും, അള്ളാഹ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യന്മാരൊക്കെ ഇഷ്ടപ്പെടും പറഞ്ഞു. എന്നാൽ ഒരു മനുഷ്യൻ അനാവശ്യം പറയാം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തെറി പറയണമെന്ന് വിചാരിക്കുക, ആ മനുഷ്യനെ കുറിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ആ വ്യക്തിയെ ഇഷ്ടമുണ്ടാവില്ല എന്ന് തന്നെ. ഇപ്പോൾ തെറി പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താ പറയുക, അവൻ്റെ വാ തുറന്ന് വൃത്തിയോടെ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ മനുഷ്യനെ വെറുക്കൂലേ? അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്ത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സൽസ്വഭാവിയാണെന്നുള്ളതാണ്. ആരടുത്തും നല്ല നിലക്ക് നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം എന്നുള്ളത്. നമ്മൾ ഉപദ്രവിച്ചായിക്കോട്ടെ, നമ്മൾ പരിഹസിച്ചവരായിക്കോട്ടെ, നമ്മൾ അവഗണിച്ചവരായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല മനുഷ്യന്മാരായി അവരടുത്ത് പെരുമാറുക. മാത്രമല്ല, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിർത്തി നോക്കി നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ബീവി പറയുന്നത് എന്തറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ പുഞ്ചിരിക്കുന്നൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അത്ര നല്ല മനുഷ്യനായിരുന്നു മുഹമ്മദ് നബി. ആ നബിയെ പിൻപറ്റുന്ന നമ്മളും എന്ത് ചെയ്യണം? ആ നബിയെ പോലെ നല്ല സ്വഭാവത്തിൽ പെരുമാറുക.